സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിനെ വിജിലൻസ് ചോദ്യം ചെയ്തു. അനധികൃത സ്വത്തില്ലെന്നാണ് അജിത് കുമാറിന്റെ മൊഴി. ആരോപണങ്ങൾക്ക് പിന്നിൽ മതമൗലികവാദികളെന്നും അജിത് കുമാർ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും BS അനു ചേരുന്നുണ്ട്. അനു, എപ്പോഴായിരുന്നു ഈ ചോദ്യം ചെയ്യൽ? എന്തെല്ലാം കാര്യങ്ങളാണ് ADGP MR അജിത് കുമാർ വിശദീകരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? മുമ്പാണ് ADGP MR അജിത് കുമാറിനെ വിജിലൻസ് സംഘം ചോദ്യം ചെയ്തത്, അദ്ദേഹത്തിന് മൊഴിയെടുത്തത്. ഇതിൽ പ്രധാനമായും അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് MR അജിത് കുമാർ എന്നൊരു ആരോപണം നേരത്തെ നിലമ്പൂർ MLA PV അൻവർ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന അനധികൃത സ്വത്ത് സമ്പാദനം കേസ് അന്വേഷിക്കാൻ തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക യൂണിറ്റ് 1 ചുമതലപ്പെടുത്തിയത്. ഈ വിജിലൻസ് പ്രത്യേക യൂണിറ്റ് 1 SP സംഘവുമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഈ സംഘമാണ് 2 ദിവസം മുമ്പ് MR അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. മൊഴിയിൽ അദ്ദേഹം പറയുന്നത് ഈ ആരോപണങ്ങളെല്ലാം വ്യാജമാണ്, ഇത് കെട്ടിച്ചമച്ചതാണ്. അദ്ദേഹത്തെ കുടുംബപരമായി തന്നെ തേജോധനം ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ നീക്കമാണ്. മതമൗലികവാദികളായ ചില സംഘടനകളും അതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തകരും അല്ലെങ്കിൽ അതിന്റെ ഒരു ഗൂഢാലോചനയാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ കവടിയാർ വെക്കുന്ന വീടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ ലോൺ എടുത്തതിന്റെ ബാങ്ക് രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിജിലൻസ് സംഘത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ മൊഴി വിജിലൻസ് സംഘം ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. സംഗീത. ശരി അനു, അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് ADGP MR അജിത് കുമാറിനെ വിജിലൻസ് ചോദ്യം ചെയ്തിരിക്കുന്നത്. 2 ദിവസം മുമ്പായിരുന്നു ചോദ്യം ചെയ്യൽ. അനധികൃത സ്വത്തില്ലെന്നാണ് അജിത് കുമാറിന്റെ മൊഴി. ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും BS അനു.